ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയിരുന്നു. അത് പിന്നെ മോൾക്ക് സ്കൂളും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് താമസിച്ച് തന്നെ എണീറ്റ് വന്നപ്പം 7 മണിക്ക് എണീറ്റ്, പക്ഷേ 8 മണിയായപ്പോൾ അടുക്കളയിലോട്ടൊക്കെ കയറാനും ഡോറൊക്കെ തുറക്കുകയൊക്കെ ചെയ്ത് 8 മണി ആയപ്പോഴത്തേക്കായിരുന്നു. അങ്ങനെ മടി പിടിച്ചങ്ങ് കിടന്നാണ്. മോൾക്ക് ചെറിയ പനിയുടെ ഒരു ലക്ഷണമൊക്കെ. അപ്പോൾ അവളെ കൂടെ ഞാനും കുറച്ച് നേരം അങ്ങ് കിടന്ന്. പിന്നീട് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് വായന കേട്ടപ്പോഴേ മനസ്സിലായി 1-ാം തീയതി ആണെന്ന് മനസ്സിലായിരുന്നു. പിന്നെ അടുക്കളയിൽ ജനലും കാര്യങ്ങളെല്ലാം തുറന്നിട്ടിട്ട് പെട്ടെന്ന് അരിയും അടുപ്പത്തിട്ട് പിന്നെ ചായക്കുള്ള കാര്യം നോക്കി. കാരണം റൈസ് കുക്കറിൽ അരി ഇങ്ങനെ ക്ലാസ് ഇല്ലെങ്കിൽ വെച്ച് വെക്കാറില്ല, നമ്മൾ അപ്പോഴും വെക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് താമസിച്ചും കൂടെ എണീറ്റത് കൊണ്ടും അരി വെച്ച് തലേന്ന് വെക്കാത്തത് കൊണ്ടും ലഞ്ചൊക്കെ താമസിക്കും. അതുമ്പോൾ ആദ്യമേ അതങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നീട് ബാക്കിയുള്ള ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചോറെടുത്ത് വെച്ച് ഊറ്റാം എന്ന പരുവാകും അത് ചോറ്. അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാമെന്നാൽ പിന്നെ ചോറ് വേവുന്ന നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ചെടികൾക്കെല്ലാം രാവിലെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചായയും ചോറിൻ്റെയും വെള്ളം വെച്ചിട്ട് ഞാൻ വന്ന് ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നീട് പെട്ടെന്ന് കാപ്പി ആക്കാമെന്ന് കരുതി. കാരണം കുറച്ച് ദോശേൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചമ്മന്തിയും ദോശയാക്കാമെന്ന് കരുതി. അങ്ങനെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളെല്ലാം ആക്കി പിന്നെ കുടിക്കാനുള്ള വെള്ളവും വെച്ചപ്പോഴത്തേക്ക് അരിയൊക്കെ തിളച്ച് റൈസ് കുക്കറിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇന്നൊരു മിക്സ്ഡ് തോരൻ. ഇതിൽ പാവയ്ക്കുണ്ട്, ഒരു കഷ്ണം ക്യാരറ്റുണ്ട്, പിന്നെ പയറുണ്ട്. അപ്പം ഇത്രയും കൂടെ വെച്ചിട്ട് ഒരു മിക്സ്ഡ് തോരനാക്കാമെന്ന് കരുതി. പിന്നീട് അതെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം കാപ്പി ഉണ്ടാക്കി കാപ്പി കഴിച്ച്. പിന്നീടാണ് തോരന് അരി എടുക്കുകയൊക്കെ ചെയ്തത്. കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങ കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്ന്. അപ്പം മീനൊന്നും ഇല്ല. അപ്പോൾ കൊഞ്ചാണ് കിട്ടിയത്. ഇത് 100 രൂപയ്ക്കാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് വറുത്തരച്ച് വെക്കാമെന്ന് കരുതി. അതാകുമ്പോൾ ഇച്ചിരി അരപ്പും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. പിന്നെ വറുത്തരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ മുളക് കറി പോലെ വെക്കും, അതും ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ തോരനും റെഡിയായി. അപ്പോൾ അപ്പുറത്തെ അടപ്പിലോട്ട് ഞാൻ കറിക്കുള്ള കാര്യങ്ങൾ നമ്മൾ വറുത്തരച്ച് തീയലൊക്കെ വെക്കത്തില്ല, അതുപോലെ തന്നെ ഇവിടെ അതിനകത്ത് ഈ മീൻ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പം തേങ്ങ വറുക്കുന്നൊരു താമസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ മൂപ്പിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ അതാണ്ട് മീനൊക്കെ ഇട്ട് കൊഞ്ചൊക്കെ ഇട്ട് കറി നല്ല തിളച്ച് ശരിയായി വരുന്നു. ഇനി അപ്പം മീൻ കണ്ടിച്ചതിന് ശേഷം വന്ന പാത്രങ്ങളാണ് അത്. അപ്പോൾ ഞാൻ ഒരുമിച്ച് കഴുകിയെടുക്കാം, മീനൊക്കെ കണ്ടിച്ചല്ലേ. അപ്പോഴത്തേക്ക് തോരനെല്ലാം റെഡിയായി. നമ്മുടെ മീൻ കറി നമ്മൾ ആവശ്യത്തിന് പറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കറുത്തിരിക്കുന്നതാണ്, വറുത്തരയ്ക്കുന്നതെല്ലാം ഈ ഒരു ലെവലിൽ കറി ഇരിക്കുന്നതാണ് ഇഷ്ടം, കാണാനും കൂട്ടാനും. അപ്പം അത് റെഡിയാക്കി പിന്നീട് വന്ന പാത്രവും പിന്നെ നമ്മൾ മീനൊക്കെ കണ്ടിച്ചല്ലേ അവിടെ എല്ലാം നല്ലോണം ഒന്ന് സോപ്പും ലോഷനും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി, ഗ്യാസും ഒക്കെ കഴുകി വൃത്തിയാക്കി പെരയെല്ലാം അടിച്ച് വാരി തൂത്ത് ചോറും ഊറ്റി വെച്ച്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചോറൊന്ന് മൊരിച്ചെടുത്താൽ മതിയല്ലോ. ഗ്യാസിലോട്ട് വെച്ച് തന്നെ മൊരിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. ഒരുമിച്ച് അങ്ങനെ മൊത്തമൊക്കെ കൊണ്ടുവന്നു. അത് പനിയും ഉണ്ട്. പിന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ചെടുത്ത് കൊടുത്ത്. ഒരു ഉച്ചയായി തിരിഞ്ഞപ്പോഴാണ് എടുത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ചോറ് കഴിക്കാൻ. നമ്മൾ താമസിച്ച കാപ്പിയും ഒക്കെ ആയത്. അപ്പം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. അന്നേരവും മോള് കഴിച്ചില്ലായിരുന്നു, കേക്കൊക്കെ കഴിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ച്. നമ്മളെ തോരൻ, ചോറ്, പിന്നെ നമ്മുടെ ഇന്നത്തെ കൊഞ്ച് തീയൽ. ഇന്ന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കറി. ഇത് തന്നെ ധാരാളം. അപ്പം കൊഞ്ചെറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ച്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പം പിന്നീട് കുഞ്ഞിന് അവളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നീടാണ് അവൾ ചോറ് കഴിച്ചത്. കാരണം വയറ് ഫുള്ളായിരുന്നു ആളുടെ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കട്ടൻ ചായ ഇട്ട്. മോൾക്ക് കട്ടൻ ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കിട്ടില്ല. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ.